നമസ്കാരം, ഞാൻ സേതുലക്ഷ്മി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രസന്റഡ് ബൈ NCDC. സഹകരണത്തിൽ ആശങ്ക. സഹകരണ മേഖലാ പ്രതിസന്ധിയിൽ ആശങ്ക അറിയിച്ച് സുപ്രീം കോടതി. പ്രശ്നം ഗുരുതരമെന്ന് നിരീക്ഷണം. ജനങ്ങളുടെ ദുരിതമകറ്റാൻ നടപടി സ്വീകരിക്കണമെന്നും നിർദ്ദേശം. എന്നാൽ സഹകരണ ബാങ്കുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയത് അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാത്തതിനാലെന്ന് കേന്ദ്ര സർക്കാർ. അതിനിടെ സഹകരണ സ്ഥാപനങ്ങളിലെ കറൻസി ക്ഷാമത്തിന് ഇടക്കാല പരിഹാരവുമായി സർക്കാർ. ബിവറേജസ് കോർപ്പറേഷൻ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിലെ വരുമാനം സഹകരണ അക്കൗണ്ടുകളിലേക്ക് മാറ്റും. ഇതു സംബന്ധിച്ച് മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം അന്തിമ തീരുമാനമെടുക്കുമെന്ന് ധനമന്ത്രി തോമസ് ഐസക്. നോട്ട് അസാധുവാക്കൽ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ചരക്കു സേവന നികുതി നിയമത്തിൽ സംസ്ഥാനം വിട്ടുവീഴ്ചയ്ക്കില്ല. തീരുമാനം നടപ്പാക്കുന്നതോടെ ഉൽപ്പന്നങ്ങളുടെ വില കുറയുമെന്നും GST കൗൺസിൽ ചർച്ചയ്ക്ക് മുന്നോടിയായി ധനമന്ത്രിയുടെ പ്രതികരണം. ക്വാറി കേസിൽ തിരിച്ചടി. പാറമട കേസിൽ സംസ്ഥാന സർക്കാരിനും ക്വാറി ഉടമകൾക്കും തിരിച്ചടി. ലൈസൻസ് പുതുക്കലിന് പാരിസ്ഥിതിക അനുമതി നിർബന്ധമെന്ന് സുപ്രീം കോടതി. ഇതിനെതിരെ സമർപ്പിച്ച ഹർജി തള്ളി. പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ വിജ്ഞാപനം കർശനമായി പാലിക്കണമെന്നും നിർദ്ദേശം. നടപടി 5 ഹെക്ടറിൽ താഴെയുള്ള പാറമടകൾക്ക് ലൈസൻസ് പുതുക്കാൻ പരിസ്ഥിതി അനുമതി വേണമെന്ന ഹൈക്കോടതി ഉത്തരവ് ചോദ്യം ചെയ്ത് നൽകിയ ഹർജിയിൽ ഉത്തരവ് നടപ്പാക്കിയാൽ സംസ്ഥാനത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ സ്തംഭിക്കുമെന്ന ക്വാറി ഉടമകളുടെയും സർക്കാരിന്റെയും വാദം കോടതി അംഗീകരിച്ചില്ല. തർക്കം തീർപ്പാക്കണം. ഹൈക്കോടതിയിലെ മാധ്യമ വിലക്കുമായി ബന്ധപ്പെട്ട കേസ് എത്രയും വേഗം തീർപ്പാക്കാൻ സുപ്രീം കോടതിയുടെ നിർദ്ദേശം. ഹൈക്കോടതി തീരുമാനം വന്ന ശേഷം പ്രശ്നത്തിൽ ഇടപെടാമെന്നും നിലപാട്. കേസ് തീർപ്പാക്കുന്നതിന് ഹൈക്കോടതിയെ ചുമതലപ്പെടുത്തണമെന്ന രജിസ്ട്രാറുടെ ആവശ്യം തള്ളി. പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമം ഊർജിതപ്പെടുത്തിയാൽ മതിയെന്നും ചീഫ് ജസ്റ്റിസ് TS ഠാക്കൂർ അധ്യക്ഷനായ ബെഞ്ച്. കേസ് അടുത്ത വർഷം ജനുവരിയിൽ വീണ്ടും പരിഗണിക്കും. പരിശോധനയിൽ വിശദീകരണം. ബംഗാളിൽ ടോൾ ബൂത്തുകളിലെ സേനാ വിന്യാസത്തിൽ പ്രതിഷേധം തുടരവെ പാർലമെന്റിൽ പ്രസ്താവന നടത്തി പ്രതിരോധ മന്ത്രി. ദേശീയപാതയിലെ സൈനിക പരിശോധന ബംഗാളിനെ അറിയിച്ചിരുന്നു. ഇത് വിവാദമാക്കിയത് ശരിയായില്ല. മമത പ്രകടിപ്പിച്ചത് രാഷ്ട്രീയ അസ്വസ്ഥതയെന്നും മനോഹർ പരീക്കർ. സംസ്ഥാനത്ത് ഇപ്പോൾ നടക്കുന്നത് പാലങ്ങളിലൂടെയും ദേശീയപാതയിലൂടെയും കടന്നുപോകുന്ന വാഹനങ്ങളുടെ കണക്കെടുപ്പ് മാത്രം. വാർഷിക പരിശോധന മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിപ്പിക്കുമെന്നും മന്ത്രി. വിശദീകരണം. സൈനിക നീക്കത്തിൽ പ്രതിരോധ മന്ത്രി പ്രസ്താവന നടത്തണമെന്ന തൃണമൂൽ കോൺഗ്രസ് ആവശ്യത്തെ തുടർന്ന്. സ്വർണ്ണവെള്ളി നിരക്കുകൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണവെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2700 രൂപ, പവൻ 21,600 രൂപ, വെള്ളി ഗ്രാമിന് 45 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണവെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി 5:30 കിരണ ചേരും. നമസ്കാരം.